ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലൂ ലോക്ക് എന്നൊരു കിടലൻ ജാപ്പനീസ് അനിമി TV സീരീസ് ആണ്. എപ്പിസോഡിൽ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫേവറേറ്റ് ഫുട്ബോൾ പ്ലെയർ ആരാണെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ഫാൻസ് ആർക്കാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോട്ട് സമയങ്ങളാണ്, നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡിന് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഒരു ഫുട്ബോൾ മാച്ചാണ്. ഇസാക്കി എന്നൊരു പയ്യൻ തന്റെ എതിർവശത്തുള്ള ഗോൾ പോസ്റ്റിന് നേരെ ഓടുന്നു. എങ്ങനെയെങ്കിലും നാഷണലിലോട്ട് സെലക്ട് ആയേ പറ്റൂ. ഇസാക്കി, നിന്നെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞ് എല്ലാവരും അവനെ ചീറപ്പിക്കുന്നു. എങ്ങനെയെങ്കിലും നാഷണലിലോട്ട് സെലക്ട് ആയേ പറ്റൂ എന്ന് പറഞ്ഞ് അവൻ ഗോൾ അടിക്കാൻ വേണ്ടി പോകുന്നു. സോ അവൻ വിചാരിച്ചു കഴിഞ്ഞാൽ അവന് ഗോൾ അടിക്കാൻ വേണ്ടി സാധിക്കും. പക്ഷെ അവന്റെ ടീമിലുണ്ടായിരുന്ന മറ്റൊരാൾ, എടാ ഞാനിവിടെ ഫ്രീയാ, പാസ് ചെയ്യ എന്ന് പറയുന്നു. പെട്ടെന്നാണ് ഇസാക്കി അവന്റെ കോച്ചിന്റെ ശബ്ദം കേൾക്കുന്നത്. ഇസാക്കി, ഇതെല്ലാവർക്കും ഒന്നാണ്, എല്ലാവർക്കും വേണ്ടിയാണ്. ഇത് കേട്ട ഇസാക്കി ബോൾ അവന് നേരെ ഇട്ട് കൊടുക്കുന്നു. ബോൾ കിട്ടിയവൻ പെട്ടെന്ന് തന്നെ അത് പോസ്റ്റിലോട്ട് അടിക്കുന്നു. എന്നാൽ അത് ബാറിൽ കൊണ്ട് എതിർ ടീമിന്റെ അടുത്തോട്ട് പോകുന്നു. ഓൾറെഡി ഇസാക്കിയുടെ ടീം 1-0 തോറ്റു നിൽക്കുവാണ്. പെട്ടെന്നാണ് കിരാ റോസുകെ എന്നുള്ള ഒരു പ്ലെയറിന്റെ കയ്യിലോട്ട് ആ ബോൾ കിട്ടുന്നത്. സോ വളരെ പെട്ടെന്ന് തന്നെ അവരൊരു ഗോൾ കൂടി അടിക്കുന്നു. ആ മാച്ചിൽ ഇസാക്കിയുടെ ടീം തോറ്റുപോകുന്നു. നല്ലൊരു പാസ് കിട്ടിയിട്ടും ബാറിലോട്ട് അടിച്ച് ആ ഗോൾ മിസ് ചെയ്തവൻ, ഓ പോയി, എല്ലാം ഞാൻ കാരണമാ എന്ന് പറഞ്ഞ് അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി നാഷണലിലോട്ട് പോവാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ ഇസാക്കിയും വിഷമിക്കുന്നു. അങ്ങനെ ആ മാച്ചിൽ ഗോൾ അടിച്ച് വിജയിപ്പിച്ച റിയോസ്കിയുടെ അടുത്തോട്ട് പ്രസ് എല്ലാവരും വരുന്നു. നിങ്ങളിപ്പോ നാഷണലിലോട്ട് സെലക്ട് ആയല്ലോ, ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അതെ, ശരിയാണ്, അടുത്ത നാഷണൽ മാച്ചാണ് ഞങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടന്റ്. എന്റെ ഫ്രണ്ട്സിലായിരുന്നെങ്കിൽ എന്നെ കൊണ്ട് ഇതിന് സാധിക്കില്ലായിരുന്നു. എന്റെ ടീംമേറ്റ്സ് ആണ് എന്റെ യഥാർത്ഥ ഹീറോസ് എന്ന് റിയോസ്കി അവരോട് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഇസഗിയുടെ ടീമിനെയാണ്. മേ ബി ഇന്ന് നിങ്ങൾ തോറ്റിട്ടുണ്ടാവാം, പക്ഷെ നിങ്ങളുടെ എഫേർട്ടൊന്നും ഒരിക്കലും വെറുതെ ആയിട്ടില്ല. നിങ്ങളുടെ ഹൈസ്കൂൾ സോക്കർ ഇതോടെ അവസാനിച്ചെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളാണ് എന്റെ ജീവിതത്തിലെ ബെസ്റ്റ് ടീം. നിങ്ങളെ ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞ് കോച്ച് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ട് ടീംമേറ്റ്സ് എല്ലാവരും കരയുന്നു. എന്ന ഇത് കേട്ട് ഇസഗി, നിങ്ങൾ പറഞ്ഞത് സത്യമല്ല എന്ന് മനസ്സിൽ ചിന്തിക്കുന്നു. ഇസഗി, എല്ലാവരും ഒന്നാണ്, ഇതെല്ലാവർക്കും വേണ്ടിയാണ് എന്ന് കോച്ച് പറഞ്ഞത് അവൻ ആലോചിക്കുന്നു. ഫുട്ബോൾ എന്ന് പറയുന്നത് 11 പേരടങ്ങുന്ന ഒരു ടീം കളിക്കുന്ന ഒരു ഗെയിമാണ്. എന്നോട് ക്ഷമിക്കുന്നോവ, എനിക്ക് നിങ്ങളെ പോലെ ആവാൻ സാധിച്ചില്ല. ചെറുപ്പം തൊട്ടേ നോവയെ കണ്ട് ഒരു ദിവസം അവരെ പോലെ ആവണമെന്ന് ഞാൻ വിചാരിച്ചു. ഇസഗി, നീ ശരിക്കും സൂപ്പറാടാ. നീ മിഡിൽ സ്കൂളിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കില്ല. എല്ലാം ഒന്നാണ്, ഇതെല്ലാവർക്കും വേണ്ടിയാണ് എന്ന് കോച്ച് പറഞ്ഞത് വീണ്ടും അവൻ ആലോചിക്കുന്നു. ഈ മാച്ചിൽ വിജയിച്ച് നാഷണലിലോട്ട് പോയി പിന്നീട് വേൾഡ് കപ്പ് നേടണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. എന്നാ ഇപ്പോ അത് വെറൊരു ആഗ്രഹം മാത്രമായി മാറിയിരിക്കുന്നു. ഒരുപക്ഷെ ഞാനപ്പോ പാസ് ചെയ്യാതെ ഗോൾ അടിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്റെ ലൈഫ് ഇപ്പോ മാറിയനെ എന്നൊക്കെ പറഞ്ഞ് അവൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവനെന്താ തനിയെ സംസാരിക്കുന്നേ എന്ന് പറഞ്ഞ് കുറച്ച് പിള്ളേർ അവനെ തന്നെ നോക്കുന്നു. ഫുട്ബോൾ എന്ന് പറയുന്നത് 11 പേരടങ്ങുന്ന ഒരു ടീമാണ്. ഒറ്റയ്ക്ക് നിന്ന് എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞ് വളരെയധികം സങ്കടത്തോടെ അവൻ അവിടെ കടന്നാലറുന്നു. അങ്ങനെ അവൻ വളരെയധികം വിഷമത്തോടെ വീട്ടിലോട്ട് വരുന്നു. അവനെ കണ്ട് അവന്റെ ഫാമിലി അവനോട് മാച്ച് എന്താ എന്ന് ചോദിക്കുന്നു. 2-0, ഞങ്ങൾ തോറ്റുപോയി. ശരി, നിന്നെ ഹാപ്പിയാക്കാൻ പറ്റിയൊരു സാധനം എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ അവന്റെ അമ്മ അവനൊരു ലെറ്റർ കൊടുക്കുന്നു. ജാപ്പനീസ് ഫുട്ബോൾ യൂണിയനിൽ നിന്നും വന്ന ലെറ്റർ ആയിരുന്നു അത്. സർട്ടിഫൈഡ് അത്ലറ്റ് ആവാനുള്ള ഒരു ട്രെയിനിങ് ഉണ്ട്, അതിനു വേണ്ടിയിട്ടുള്ള ഇൻവിറ്റേഷൻ ആയിരുന്നു അത്. ഓ, ഇത് ഇവന്റെ ഫ്യൂച്ചറിന് ഒരുപാടധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത് കേട്ട് ഇസഗി അങ്ങോട്ട് പോകാൻ വേണ്ടി തീരുമാനിക്കുന്നു. അങ്ങനെ അങ്ങോട്ട് വന്ന അവൻ, എന്നെ എന്തിനായിരിക്കും ഇതിലോട്ട് സെലക്ട് ചെയ്തേ എന്ന് പറഞ്ഞ് ചിന്തിച്ച് അവിടെ നിൽക്കുവാണ്. ഇതേ സമയമാണ് റിയോസ്കി അങ്ങോട്ട് വരുന്നത്. ഹേയ്, നീ അന്ന് വളരെയധികം നന്നായിട്ടാണ് കളിച്ചത്. നിന്നെ അവർ സെലക്ട് ചെയ്തതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. നിന്റെ ഫുട്ബോൾ IQ അത് വേറെ ലെവലാണ് എന്ന് പറയാണ് റിയോസ്കി. ഇത്രയും വലിയ പ്ലെയർ ആയിട്ടുള്ള റിയോസ്കി എന്നെ പുകഴ്ത്തുന്നു എന്ന് പറഞ്ഞ് ചിന്തിക്കുകയാണ് ഇസഗി. നീയും എന്റെ കൂടെ ഉള്ളതിൽ എനിക്ക് ഒരുപാടധികം സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ് റിയോസ്കി അതിനകത്തോട്ട് പോകുന്നു. അപ്പോഴാണ് അവർ ആ കാഴ്ച കാണുന്നത്. ഇവരെ കൂടാതെ വേറെ ഒരുപാട് പേർ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അതിൽ കൂടുതലും റിയോസ്കിക്ക് അറിയാവുന്ന വലിയ വലിയ പ്ലേയേഴ്സ് ആണ്. ഇതേ സമയമാണ് ഹേയ്, കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് വെൽക്കം ഡയമണ്ട്സ് എന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ടൊരാൾ വരുന്നത്. നിങ്ങളെ എല്ലാവരെയും ഇങ്ങോട്ട് ക്ഷണിച്ചതിന്റെ പ്രധാന കാരണം നിങ്ങൾ എല്ലാവരും വൺ ഓഫ് ദ ബെസ്റ്റ് ആയതുകൊണ്ടാണ്. എന്റെ പേര് ജിൻപാഞ്ചി ഇഗോ. ഒരു ന്യൂ ബർത്ത് സ്ട്രൈക്കറെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചത്. ഇതോ കണ്ട് ഇവൻ ആരാണെന്ന് നിനക്കറിയോ എന്ന് റിയോസ്കി ചോദിക്കുന്നു. ഇല്ല, എനിക്കറിയില്ല എന്ന് ഇസഗിയും പറയുന്നു. ഇങ്ങോട്ട് വന്നിരിക്കുന്ന 300 പേരെയും ഞങ്ങൾ ട്രെയിനിങ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് ജപ്പാന്റെ തന്നെ അടുത്ത ബെസ്റ്റ് സ്ട്രൈക്കർ ആവണമെങ്കിൽ അതിന് പറ്റിയ ഒരേ സ്ഥലം ഇതാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെ തയ്യാറാണ്. ഇതിനു മുൻപുള്ള എല്ലാ മെമ്മറീസും നിങ്ങൾ മറന്നേക്ക്. എന്നാൽ മാത്രമേ ഇനി നിങ്ങൾക്കൊരു ബെസ്റ്റ് സ്ട്രൈക്കറായി മാറാൻ സാധിക്കൂ. ഈ ഹിസ്റ്ററിയുടെ തന്നെ ഗ്രേറ്റസ്റ്റ് സ്ട്രൈക്കർ ആയിരിക്കാൻ പോകുന്നത് അവനായിരിക്കും. എക്സ്ക്യൂസ് മീ, ഒരു മിനിറ്റ്. എന്റെ പഴയ ഫ്രണ്ട്സിനെ ഒന്നും എനിക്ക് ഉപേക്ഷിക്കാൻ സാധിക്കില്ല. മാത്രമല്ല, ഞങ്ങൾക്ക് ഇനി നാഷണൽസ് വരാൻ പോവാണ്. എന്റെ ടീമിനെ എനിക്ക് ഉപേക്ഷിക്കാൻ സാധിക്കില്ല എന്ന് പറയാണ് റിയോസ്കി. ഇതിനോട് സമാനമായ അഭിപ്രായം തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്.
ലോക്ക് ഓഫ്. ശരി, ആവശ്യമില്ലാത്തവരെല്ലാം ഇപ്പൊ തന്നെ പുറത്തോട്ട് പോക്കോ. വേൾഡിലെ തന്നെ ബെസ്റ്റ് സ്ട്രൈക്കറായിട്ട് നാഷണൽ കപ്പ് വിൻ ചെയ്യണം. ജപ്പാന്റെ ഫ്യൂച്ചർ തന്നെ നിങ്ങളുടെ കയ്യിലാണ്. ഇപ്പോൾ ഉള്ള ജപ്പാന്റെ ടീം അത്ര മോശമൊന്നുമല്ല, പക്ഷെ വേൾഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ സെക്കൻഡ് റേറ്റ് പ്ലേയേഴ്സ് ആണ്. പക്ഷേ എന്റെ ഈ ട്രെയിനിങ് അവസാനിക്കുന്ന സമയത്ത് വേൾഡിലെ തന്നെ ബെസ്റ്റ് സ്ട്രൈക്കറായിട്ടായിരിക്കും ഒരാൾ ഇവിടെ നിന്നും പുറത്തു പോകാൻ പോകുന്നത്. ജപ്പാന്റെ ഫ്യൂച്ചറും വേൾഡ് കപ്പും നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും പോകാം എന്ന് പറയുവാണ് ഈഗോ. നിങ്ങൾ പറയുന്നത് പോലെ എന്റെ ടീമൊന്നും അത്ര വീക്കല്ല. ഞങ്ങൾ എല്ലാവരും അത്ലറ്റ്സ് ആണ്. എന്റെ ടീമാണ് എന്റെ ഹീറോസ്. ഓ, അങ്ങനെയാണോ? എന്നിട്ടെന്താ ഇപ്പോഴും നിങ്ങൾ വേൾഡ് കപ്പിൽ വിൻ ചെയ്യാത്ത? ഫുട്ബോൾ എന്ന് പറയുന്നത് വെറും 11 പേരടങ്ങുന്ന ഒരു ടീം മാത്രമല്ല. നോവൽ നോഹ പറഞ്ഞിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ടീംമേറ്റ്സിനെ സഹായിക്കുന്നതിന് പകരം ഞാൻ ഒറ്റയ്ക്ക് വിൻ ചെയ്യും. ഇങ്ങനെ ഈ ഗോൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് റൊണാൾഡോനെയും മെസ്സിയെയും എതിർത്ത് അവനെ കൊണ്ട് ഗോൾ അടിക്കാൻ സാധിച്ചത്. പിന്നെ എറിക് കാന്റോണ പറഞ്ഞത് എന്താണെന്ന് അറിയില്ലേ? എന്റെ ടീമിനെ പറ്റി ആലോചിക്കേണ്ട കാര്യമില്ല, കാരണം അവിടെ ഞാനാണ് പ്രധാനപ്പെട്ടത്. പിന്നെ പേലെ പറഞ്ഞത് ദ വേൾഡ് ബെസ്റ്റ് ഫോർവേഡ്, മിഡ്ഫീൽഡർ, ഡിഫൻഡർ ആൻഡ് ഗോൾ കീപ്പർ. നിങ്ങൾ എന്ത് ചോദ്യം ചോദിച്ചാലും അതിനുള്ള ഉത്തരം ഞാനാണ്. സോ ഇങ്ങനെ ഈഗോസ്റ്റുള്ളവർക്ക് മാത്രമേ ഹിസ്റ്ററിയിൽ പേര് നേടാൻ സാധിക്കൂ. അതുകൊണ്ട് തന്റെ ടീമിനെ വിശ്വസിക്കുന്നവരെയല്ല, ഒരു ഈഗോയിസ്റ്റ് തന്നെ വിശ്വസിക്കുന്നവരെയാണ് എനിക്ക് ആവശ്യം. ഇതില്ലാത്തത് കൊണ്ട് മാത്രമാണ് ജാപ്പനീസ് പ്ലേയേഴ്സ് എല്ലാവരും തോറ്റുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന 300 പേരിൽ 299 പേരെയും ചവിട്ടിത്താത്തി മുകളിലോട്ട് പോകുന്ന ആ ഒരു ഈഗോയിസ്റ്റ്, അവനാണ് വേൾഡിലെ തന്നെ ബെസ്റ്റ് സ്ട്രൈക്കർ ആയിട്ടിരിക്കാൻ പോകുന്നത്. ഇനി വേണമെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. വേൾഡ് കപ്പ് മാച്ച് നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചുറ്റും 80,000-ൽ കൂടുതൽ ആളുകൾ ഉണ്ടാകും. രണ്ട് ടീമും ഒരേ സ്കോറിലായിരിക്കും നിൽക്കുന്നത്. സെക്കൻഡ് ഹാഫിൽ അവസാനം കിട്ടിയ എക്സ്ട്രാ 10 മിനിറ്റ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഗോൾ പോസ്റ്റിന്റെ അടുത്തെത്തിയ നിങ്ങൾ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒരുത്തിന് പാസ് ചെയ്യോ, അതോ സ്വന്തം റിസ്കിൽ നിങ്ങൾ ഗോൾ അടിക്കാൻ ശ്രമിക്കോ എന്ന് പറഞ്ഞ് ഇസഗിക്ക് നടന്ന അതേ കാര്യം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാണ് ഈഗോ. ഒരു ഈഗോയിസ്റ്റിനെ കൊണ്ട് മാത്രമേ എനിക്ക് ഗോൾ അടിക്കണം, എല്ലാവരും എന്നെ പ്രശംസിക്കണം എന്ന് ചിന്തിക്കാൻ സാധിക്കൂ. അങ്ങനെയുള്ള ഒരു സ്ട്രൈക്കറെയാണ് എനിക്ക് ആവശ്യം. അങ്ങനെ അവൻ ആഗ്രഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഇങ്ങോട്ട് കടന്നു വരാം. ഇതോ കേട്ട് ഇസഗി, ഞാൻ ഇതുവരെ കേട്ടതെല്ലാം തലകീഴായിട്ടാണ് ഇവൻ പറയുന്നത്. പക്ഷേ ഒരു ബെസ്റ്റ് സ്ട്രൈക്കറായിട്ട് മാറണമെങ്കിൽ എനിക്ക് ഇതാണ് ആവശ്യം എന്ന് പറഞ്ഞ് അവൻ അതിനകത്തോട്ട് ഓടുന്നു. ഇത് കണ്ട് എല്ലാവരും അവർക്കും ഒരു ബെസ്റ്റ് സ്ട്രൈക്കറായിട്ട് മാറണമെന്ന് പറഞ്ഞ് അതിനകത്തോട്ട് ഓടുന്നു. എന്നാൽ റിയോസ്കിക്കും വേറെ വഴിയില്ലാത്തത് കൊണ്ട് അവനും പോവാണ്. സോ ബ്ലൂ ലുക്കിന്റെ അത്രയും തീവ്രമായിട്ടുള്ള ഫുട്ബോൾ ഈ ലോകത്ത് വേറെ ഇല്ല. അങ്ങനെ അവരെ എല്ലാവരെയും ബ്ലൂ ലുക്കിന്റെ ഒഫീഷ്യൽ സ്ഥലത്തോട്ട് കൊണ്ടുപോകുന്നു. എന്റെ നമ്പർ 299 Z എന്ന് പറഞ്ഞ ഓക്കെ ഈ റൂമാണോ എന്ന് പറഞ്ഞൊരു റൂമിനകത്തോട്ട് കയറി ചെല്ലുവാണ് ഇസഗി. അതേ റൂമിനകത്ത് തന്നെയായിരുന്നു റിയോസുക്കിയും ഉണ്ടായിരുന്നത്. ഇതേ സമയം ഇസഗിയുടെ മേലോട്ട് ഒരുത്തരൊരു ഷർട്ട് എടുത്ത് എറിയുന്നു. അയ്യോ സോറി, ഞാൻ കണ്ടില്ല. ഹേയ് അത് കുഴപ്പമില്ല, ഇന്നാ നിന്റെ ഷർട്ട് എന്ന് പറഞ്ഞ് ഇസഗി അവന്റെ അടുത്തോട്ട് നടക്കുന്നു. ഹേയ് സൂക്ഷിച്ചു വാ, താഴെ ഒരുത്തൻ കിടക്കുന്നുണ്ട്, ഫുട്ബോൾ പാസ് ചെയ്യ് എന്ന് ഉറക്കത്തിൽ പറയുവാണ് അവൻ. ഒരു ഫുട്ബോൾ മാച്ച് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് അവൻ അവന്റെ കോസ്റ്റ്യൂം എടുത്തിടുന്നു. ഹേയ്, ആ ഫേമസ് പ്ലെയർ ആയിട്ടുള്ള റിയോസ്കി നീയല്ലേ? നിന്നെ കണ്ടതിൽ എനിക്ക് ഒരുപാടധികം സന്തോഷമുണ്ട്. ഹേയ് ഡ്യൂഡ്, നൈസ് ടു മീറ്റ് യു. എന്റെ പേര് ഗുറുമോ ഇഗുറാഷി. എന്റെ അച്ഛനും അമ്മയ്ക്കും ഒരു ടെമ്പിൾ ഉണ്ട്, പക്ഷെ അവിടെ ഇരിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. അതാ സാക്കറിനെ വിളിച്ചപ്പോ ഞാൻ ഓടി വന്നത് എന്ന് പറഞ്ഞ് അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഹലോ ഡയമണ്ട്സ് ഇൻ ദ റഫ്. ഇവിടെ നിൽക്കുന്ന എല്ലാ പ്ലേയേഴ്സും നിങ്ങളുടെ റൂംമേറ്റ്സ് ആണ്, മാത്രമല്ല നിങ്ങളുടെ എതിരാളികളാണ്. ഞാൻ കളക്ട് ചെയ്ത ഡാറ്റാസ് വെച്ച് നിങ്ങൾക്കൊരു റാങ്ക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്, അതാണ് നിങ്ങളുടെ സ്യൂട്ടിലുള്ളത്. എന്റെ നമ്പർ 299. അപ്പോ വന്നിരിക്കുന്നവരിൽ സെക്കൻഡ് ലാസ്റ്റ് പ്ലെയർ ഞാനാണോ? പക്ഷേ അതിവിടെ വലിയ കാര്യമല്ല, നിങ്ങളുടെ ഓരോരുത്തരുടെയും പെർഫോമൻസ് വെച്ച് അത് മാറുന്നതായിരിക്കും. ഈ ട്രെയിനിങ് അവസാനിക്കുന്ന സമയത്ത് ടോപ്പ് 5-ലിരിക്കുന്ന മെമ്പേഴ്സ് ജപ്പാനിൽ വരാനിരിക്കുന്ന U24 മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. എന്നാൽ ഇവിടെ തോറ്റുപോകുന്നവർക്ക് പിന്നീട് ജപ്പാൻ ടീമിൽ മത്സരിക്കാൻ സാധിക്കില്ല. ഈഗോയിസ്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഇതിലോട്ട് വിജയിക്കാൻ സാധിക്കൂ. ഫസ്റ്റ് നമുക്ക് ഗെയിം ഓഫ് ടാഗ് കളിക്കാം. നിങ്ങൾക്ക് 132 സെക്കൻഡ്സ് സമയമുണ്ട്. ഈ ഗെയിം അവസാനിക്കുന്ന സമയത്ത് അവസാനമായിട്ട് ആരുടെ മേലാണോ പന്ത് കൊണ്ടത് അവർ തോറ്റുപോകും എന്നും പറഞ്ഞ് ടൈം സ്റ്റാർട്ട് ചെയ്യുവാണ് ഈഗോ. ഇഗ്രേഷ്യാണ് ഫസ്റ്റ് ബോൾ എടുക്കേണ്ടത് എന്നും അതിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ ഒരാൾ എന്തായാലും ഇവിടെ നിന്നും പോയേ പറ്റൂ, സോറി ഗൈസ് എന്ന് പറഞ്ഞ് ഒരാളുടെ മേലോട്ട് ആ ബോൾ അടിക്കാൻ വേണ്ടി പോവാണ് അവൻ. ഇങ്ങനെ ഒരു സ്റ്റുപ്പിഡ് ഗെയിമിൽ ഒരാളുടെ കരിയർ ഇവിടെ വെച്ച് തന്നെ അവസാനിക്കാൻ പോവാണോ എന്ന് ചിന്തിക്കുകയാണ് ഷാഗി. സോറി ഇസഗി എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ മുകളിലോട്ട് ബോൾ അടിക്കാൻ വേണ്ടി പോവാണ് ഇവൻ. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അവിടെ നിന്ന് മാറി നിൽക്കുന്നു. ആ ഈഗോ ഒരു മണ്ടനാണ്, അവൻ ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ നടക്കുന്ന ഒന്നും ശരിയല്ല എന്ന് ചിന്തിക്കുവാണ് റിയോസ്കി. അപ്പോഴാണ് താഴെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരുത്തനെ ഇഗ്രാഷി കാണുന്നത്. ശരി, അവനെ ഔട്ടാക്കാം എന്നും പറഞ്ഞ് പന്തുകൊണ്ട് അവന്റെ അടുത്തോട്ട് പോകുന്നു. പെട്ടെന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നവൻ അവന്റെ മോദക്കിട്ടൊരു ചോട്ടങ്ങ് കൊടുക്കുന്നു. ഹേയ്, ഇത് ചീറ്റിംഗാ, നിനക്ക് റെഡ് കാർഡ് തരും. കൈ യൂസ് ചെയ്യരുതെന്നേ റൂൾസിൽ പറഞ്ഞിട്ടുള്ളൂ.
ഇത് കേട്ട് മറ്റൊരുത്തൻ അവന്റെ അടുത്തോട്ട് വരുന്നു. നീ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞ് അവൻ ഇവനെ ശകാരിക്കുന്ന സമയത്താണ് അവന്റെ മോന്തയ്ക്ക് ഒരു പന്ത് അങ്ങ് വരുന്നത്. സോ അടുത്തത് ബോൾ അവൻ വേണം കിക്ക് ചെയ്യാനെന്ന് പറഞ്ഞ് സ്ക്രീനിൽ കാണിക്കുന്നു. ഡേയ്, ഞാൻ ഇവിടെ നിനക്ക് വേണ്ടിയിട്ടാ സംസാരിക്കുന്നേ, ആ എന്നെ തന്നെ നീ ഔട്ടാക്കാൻ ശ്രമിക്കുന്നോടാ എന്ന് പറഞ്ഞ് വീണ്ടും അവൻ ഇഗ്രാഷിയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. എന്നാ അവൻ അവന്റെ മുകളിൽ പന്ത് കൊള്ളാണ്ടിരിക്കാൻ വേണ്ടി ഇസഗിയെ പിടിച്ചു വെച്ച് അവന്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്നു. സോ അവന്റെ പേരാണ് കുനഗാമി റിൻസുകെ. സോ അവനടിച്ച ആ ഷോട്ട് അത് വളരെയധികം പവർഫുൾ ആയിരുന്നു. അതിന്റെ ആ ഫോഴ്സിൽ ഇസഗി അവിടെ നിന്ന് തെറിച്ചു പോകുന്നു. സോ ടൈം അവസാനിക്കാൻ ഇനി കുറച്ച് സമയം കൂടി ബാക്കിയുള്ളൂ. ഇനി അടുത്തതായിട്ട് ഇസഗിയാണ് ബോളും കൊണ്ട് പോവേണ്ടത്. ഓ, അവന്റെ ആ ഷോട്ട് വളരെയധികം പവർഫുൾ ആണ്. ശരി, അടുത്തത് ഞാനാണ് ഇവിടെ കളിക്കേണ്ടത്. ഈ ബോൾ ആരുടെയെങ്കിലും മേളിൽ കൊള്ളിച്ചില്ലെങ്കിൽ എന്റെ കരിയർ ഇതോടെ അവസാനിക്കും. ഇനി ഒരേ ഒരു മിനിറ്റ് കൂടിയേ ബാക്കിയുള്ളൂ. പക്ഷെ ഞാൻ ആരുടെയെങ്കിലും മേളിൽ കിക്ക് ചെയ്ത ആ പ്ലെയറിന്റെ കരിയറും ഇതോടെ അവസാനിക്കില്ലേ? ഞാനിപ്പോ ആരുടെ മേലോട്ടാ കിക്ക് ചെയ്യേണ്ടത്? ഇപ്പോൾ അതിൽ ഏറ്റവും ലോവസ്റ്റ് റാങ്ക് ഇഗ്രാഷിക്കാണ്. ശരി, അവനെ തന്നെ കിക്ക് ചെയ്യാം. എന്റെ ഈ കിക്ക് കാരണം ഒരാളുടെ കരിയർ തന്നെ അവസാനിക്കാൻ പോവാ. പക്ഷെ ഞാനിത് ചെയ്തില്ലെങ്കിൽ എന്റെ കരിയർ ഇതോടെ അവസാനിക്കും. എന്നോട് ക്ഷമിക്ക്, എനിക്ക് വേറെ വഴിയില്ല. ഇതേ സമയമാണ് അവിടെ ഉറങ്ങിക്കൊണ്ടിരുന്നവൻ റിനോസ്കെ പിടിച്ചു വെക്കുന്നത്. നീ ആദ്യം ഇവന്റെ മുകളിലോട്ട് അടിക്ക് എന്ന് പറഞ്ഞ് അവൻ ഇവനെ എടുത്ത് എറിയുന്നു. എന്നാൽ അവൻ വീഴുന്നത് ഇഗ്രാഷിയുടെ മേളിലോട്ടാണ്. താഴ്വീണ ഇഗ്രാഷിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. ഹേയ് ഡ്യൂഡ്, വേണ്ട, വെയിറ്റ് ചെയ്യ്, പ്ലീസ് വെയിറ്റ് ചെയ്യ്. ഹേയ് ഇസഗി, വേഗം അവന്റെ മുകളിലോട്ട് അടിക്കുക എന്ന് വിളിച്ചു പറയുവാണ് കിര. എന്നാൽ ഇതേ സമയം അവന്റെ മുമ്പിൽ വന്ന് സ്റ്റോപ്പ് ആവുകയാണ് ഇസഗി. ഇനി 20 സെക്കൻഡ് കൂടിയേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞ് അവൻ അവിടെ ചിന്തിച്ചു നിൽക്കുന്നു. ഹേയ് ഡ്യൂഡ്, പറയുന്നത് കേൾക്ക പ്ലീസ്. വേണ്ട വേണ്ട, എന്നെ ഒന്നും ചെയ്യരുത്. ഞാനിപ്പോ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇവന്റെ സോക്കർ കരിയർ ഇതോടെ അവസാനിക്കും. പക്ഷേ ഞാനിത് ചെയ്തേ പറ്റൂ. എന്നാൽ മാത്രമേ ബ്ലൂ ലോക്കിൽ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞ് അവനിപ്പോ കിക്ക് ചെയ്യടോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് അവനൊരു കാര്യം ആലോചിക്കുന്നത്. ഇല്ല, വേൾഡിലെ തന്നെ ബെസ്റ്റ് സ്ട്രൈക്കറായിട്ട് ഞാൻ മാറണമെങ്കിൽ ആദ്യം ഞാൻ എന്നെ തന്നെ മാറ്റണം. അതിനുവേണ്ടി വീക്കായിട്ടുള്ള ഒരുത്തനെ അറ്റാക്ക് ചെയ്യുന്നതിന് പകരം ഇവിടെ ഇരിക്കുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഒരുത്തനെ വേണം ഞാൻ അറ്റാക്ക് ചെയ്യാൻ എന്ന് പറഞ്ഞ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നവന്റെ മേലോട്ട് ടാർഗറ്റ് ചെയ്യുവാണ് ഇസഗി. ഹേയ് ഡ്യൂഡ്, അത് പൊളിച്ചു. എനിക്ക് എന്തായാലും നിന്നെ ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞ് അവൻ തന്നെ അവന്റെ കയ്യിൽ നിന്ന് ബോൾ എടുത്ത് ഇവിടെ ഇരിക്കുന്ന ഏറ്റവും സ്ട്രോങ്സ്റ്റ് പ്ലെയർ അത് റിയോസ്കയാണ് എന്ന് പറഞ്ഞ് അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ റിയോസ്കി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. എന്നാൽ അവൻ ബോൾ മുകളിലോട്ടിട്ട് ആ ബോൾ സീസർ കട്ട് അടിക്കുന്നു. വേൾഡിൽ തന്നെ ഈ സോക്കർ ഗെയിമിൽ ഗോൾ കീപ്പർ, ഡിഫൻഡർ, മിഡ്ഫീൽഡർ ഇവരെ ആരെ വേണമെങ്കിലും ട്രെയിനിങ് ചെയ്യാം എന്ന ഒരു സ്ട്രൈക്കർ അവർ ഒരു ഡിഫറെന്റ് സ്പീഷ്യസ് ആണെന്നാണ് പറയുന്നത്. വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു ബാറ്റിൽ മാത്രമേ ഒരു യഥാർത്ഥ സ്ട്രൈക്കറെ കാണാൻ സാധിക്കൂ എന്ന് പറയുവാണ് ഈഗോ. ഇതേ സമയം തന്നെ ആ ബോൾ വന്നു വീഴുന്നത് ഇസഗിയുടെ അടുത്തോട്ടാണ്. പെട്ടെന്ന് തന്നെ അവന് അത് ഒറ്റ അടി അങ്ങ് അടിക്കുന്നു. അത് നേരെ പോകുന്നത് റിയോസ്കിയുടെ മോന്തക്കിട്ടാണ്. അതേസമയം തന്നെ ടൈമും അവസാനിക്കുന്നു. അവിടെ വെച്ച് ഈ എപ്പിസോഡും അവസാനിക്കുന്നു. തുടക്കത്തിൽ കണ്ട ആ മാച്ചിൽ തന്നെ ഇസഗിയുടെ ടീം വിജയിച്ചിരുന്നെങ്കിൽ ഇപ്പൊ അവർ നാഷണലിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. എന്ന ടീമാണെല്ലാം ഇതെല്ലാവർക്കും വേണ്ടിയാണ് എന്ന് അവരുടെ കോച്ച് പറയുന്നത് കേട്ട് അവൻ അവർക്ക് പാസ് കൊടുത്തു. അത് കാരണമാണ് അവർ ആ മാച്ചിൽ തോറ്റുപോയത്. എന്ന ഇസഗി തന്റെ റിസ്കിൽ അത് ഗോൾ അടിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവൻ വിജയിച്ചേനെ. അതേ കാര്യമാണ് ഈ ബ്ലൂ ലോക്കിന്റെ ഈഗോയും പറയുന്നത്. നീ നിന്റെ ടീമിന് വേണ്ടി കളിക്കാതെ നിനക്ക് വേണ്ടി കളിക്കുക. എന്തായാലും ഇനിയുള്ള എപ്പിസോഡ്സ് ഒക്കെ വേറെ ലെവലായിരിക്കും. സോ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരെ. അതുവരെയും ബൈ.